ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കിക്കൊണ്ട് ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും നടക്കുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തിരുവനന്തപുരത്ത് നിന്ന് എബി ചേരുകയാണ് ഇപ്പോൾ. എബി, ഇന്ന് ബക്രീദാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലുമൊക്കെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയല്ലേ ഇപ്പോൾ? ഇന്ന് ബലിപെരുന്നാൾ ആഘോഷമാണ്. അതിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ, പ്രാർത്ഥനകളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടി തന്നെ പാളയത്തെ പള്ളിയിൽ അതിനുള്ള ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചു. രാവിലെ മുതൽ തന്നെ നേരത്തെ ഈ സ്റ്റേഡിയത്തിലാണ്, ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലാണ് ഇത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയുണ്ട്, മഴയായതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആളുകൾ നിരവധിയായിട്ട് വന്നു ചേരുന്നതിന്റെ ഒരു തിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സ്ഥലപരിമിതിയൊക്കെ തന്നെ ഒരു വലിയ കാര്യം കൂടിയാണ്. എന്തായാലും ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും പള്ളികളിലേക്ക് എത്തുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിന്റെ മുഴുവൻ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ബലിപ്പെരുന്നാളിന്റെ സ്നേഹവും ഒക്കെ തന്നെ പരസ്പരം പങ്കുവയ്ക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇമാമിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ സന്ദേശങ്ങൾ ഉണ്ടാകും. അതുതന്നെയായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പാളയത്ത് നിന്നുള്ള അത്തരത്തിലുള്ള സന്ദേശങ്ങൾ അത് സ്വാഭാവികമായി വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം ഉൾപ്പെടെ നേടുന്ന ഒരു സംഗതി കൂടിയാണ് എന്നത് കാര്യം ഈ ഘട്ടത്തിൽ പറയണം. ഈ സ്റ്റേഡിയത്തിൽ നിന്നും പള്ളിയിലേക്ക് നിസ്കാര ചടങ്ങുകൾ മാറ്റിയത് കൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉൾപ്പെടെയുള്ള പരിമിതികളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ആളുകൾ ഇപ്പോഴും പള്ളികളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാം. പള്ളിക്കകത്ത് ഏതാണ്ട് നിറഞ്ഞു ആളുകൾ. അതിനുശേഷം ഇപ്പോൾ പുറത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയുമാണ്. ആ നിലക്കാണ് ഇന്നത്തെ നമുക്ക് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വിശ്വാസികൾ എല്ലാവരും തന്നെ ഈ ഒരു സ്നേഹത്തിന്റെ സഹനത്തിന്റെ ഒക്കെ തന്നെ ഒരു സന്ദേശം പങ്കുവയ്ക്കുന്ന ആ ഒരു ദിവസം അതിനെ ഏറ്റവും അർത്ഥപൂർണമായ രീതിയിൽ തന്നെ അതിനെ ആചരിക്കുകയാണ്. ശരി, എബി പറഞ്ഞതുപോലെ തന്നെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ സ്മരണ പുതുക്കിക്കൊണ്ട് ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടക്കുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത്.